ഗൈസ്, അപ്പൊ ഞങ്ങളിന്ന് ഏർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. സേലത്ത് നിന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു മിനി ഊട്ടിയാണെന്ന് പറയുന്നത്. ഭയങ്കര വലിയൊരു മൗണ്ടനും നല്ല മഞ്ഞും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് പറയുന്നത്. നല്ല ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത്. ഒരുപാട് നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൊണ്ടിരിക്കുക വഴി ഇടയ്ക്ക് തെറ്റുന്നുണ്ട്. അപ്പം ഗൂഗിൾ മാപ്പ് നോക്കണം. അങ്ങനെ അത് ഓഫ് ചെയ്തിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. ഒരു ഗ്രാമം കേട്ടോ, വെള്ളിക്കാപ്പേട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കൂടെയാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് പല സമയത്തും സേലം വഴി ക്രോസ് ചെയ്യുമ്പോഴത്തേക്കിന് ഏർക്കാട് പോകണമെന്ന് വിചാരിക്കും. പക്ഷെ ഇതിനായിട്ട് നടന്നില്ല, ടൈം കിട്ടിയിട്ടില്ല. ഇന്നും ടൈം കിട്ടിയില്ല. കാര്യം ഞങ്ങൾ പോകാൻ വേണ്ടി ഇരുട്ടും. അപ്പം പോകാനുള്ള തയ്യാറെടുപ്പിൽ എന്തായാലും ഇപ്രാവശ്യം ഫസ്റ്റ് ആയിട്ട് കയറാന്ന് വെച്ചു. ഇതൊന്നും അല്ല കേട്ടോ, ഇവിടുന്ന് ഒരു 38 കിലോമീറ്റർ പോണം. നല്ലൊരു എയർപിൻ ബെൻഡൊക്കെ ഉണ്ട്, എയർപിൻ വളവൊക്കെ ഉണ്ട്. അവിടെ ചെന്നാലും നമുക്ക് ഏർക്കാട് കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പം പോണ വഴിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് 2 ദിവസമായിട്ട് സേലത്തുണ്ട് ഇപ്പം. അപ്പൊ സേലത്തിൽ നിന്ന് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പം ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പം എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേന് പല ആൾക്കാർ ഏർക്കാടിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. എന്തായാലും ഒന്ന് പോയി കണ്ടേക്കാം. ഒരു ചെറിയ ഊട്ടിയാ. അപ്പൊ ഇന്ന് പോയി കണ്ടിട്ട് അടിപൊളിയാണെങ്കിൽ ഞങ്ങൾ ഒരു 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഇന്ന് സ്റ്റേ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണുക, ഇവിടുന്ന് പോരുക, നേരെ ഹില്ലിന് മേളിൽ പോവുക, മലയുടെ മേളിൽ പോവുക. അവിടുന്ന് അവിടെ എങ്ങനെയുണ്ട് സിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പം ചെറിയൊരു വ്ളോഗ് ചെയ്തത് പ്രേക്ഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടി. അതായത് ഏർക്കാടിനെ കുറിച്ച് അറിയാൻ മേലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി. ഇനി സേലം വഴി വല്ലതും പോവുകയാണെങ്കിൽ അവരും കൂടെ വന്ന് കാണട്ടെ. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും ബാംഗ്ലൂർ. നമുക്ക് പോയിട്ടെന്നാ പരിപാടി അവിടെ? പോയിട്ട് എന്താ പരിപാടി? ഏതാ മലയാണെന്ന് തോന്നുന്നു. ആ മലയുടെ മേളിൽ കയറണമെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ മല, നമ്മുടെ ഏർക്കാട് മല. എല്ലാരും ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഏർക്കാട് മല ഇവിടുന്ന് 38-40 കിലോമീറ്റർ ആണ്. എന്തായാലും എല്ലാരും പറയുന്നു. ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞ് നിറഞ്ഞൊരു സ്ഥലമാണെന്ന് പറയുന്നത്. മഞ്ഞും നമ്മള് ടോപ്പിൽ കയറി ചെല്ലുമ്പോൾ തന്നെ എയർപിൻ ബെൻഡുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഊട്ടിയുടെ അത്രയും വരില്ല, എന്നാലും ഒരു ചെറിയൊരു മിനി ഊട്ടിയാണെന്ന് പറയുന്നത്. എന്തായാലും പോയിട്ട് നമുക്ക് കണ്ടറിയാം ഊട്ടിയാണോ ബെസ്റ്റ്, ഏർക്കാടാണോ ബെസ്റ്റ് എന്ന്. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഏർക്കാടിനെ കുറിച്ച്. ഇപ്പൊ ഞങ്ങള് സേലത്ത് വന്നപ്പം ഇവിടുത്തെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗോവിന്ദൻ അണ്ണൻ. പുള്ളിയാണ് പറഞ്ഞത് ഏർക്കാട് അടിപൊളിയാണ്. അവര് വെക്കേഷൻ ടൈമിലൊക്കെ അവിടെ പോകാറുള്ളതാണ്. അപ്പൊ ഇപ്പം ബാവാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക ഫാമിലി ആയിട്ട്. ഏർക്കാട് കൊള്ളാമെങ്കിൽ മാത്രമേ ഉള്ളൂ ഫാമിലി ആയിട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ പോകില്ല. അപ്പൊ ഞങ്ങളും വരും കേട്ടോ. ഞങ്ങള് 2 ദിവസം നിൽക്കാനുള്ള സെറ്റപ്പിൽ ഇവിടെ വരും, എന്തായാലും വരും. ഊട്ടിക്ക് പക്ഷെ ഇതുപോലെ അല്ല നമ്മൾ പോകുന്ന റോഡാണെന്ന് നോക്കി. നമ്മുടെ ഏർക്കാടിലോട്ട് ഇത് മെയിൻ റോഡല്ല കേട്ടോ. നമ്മളിപ്പം പുറകെ ബാംഗ്ലൂർ സേലം വരുന്ന വഴിക്ക് അവിടെ നിന്ന് കയറി കട്ട് ചെയ്ത് കയറിയേക്കാം. നമുക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട്. അസ്തംപെട്ടി എന്ന് അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകണമെന്ന് പറഞ്ഞു. അസ്തംപെട്ടിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ ഏർക്കാടാണ്. ഇതിപ്പം റോഡിൽ കൂടെ പോയിട്ട് ആരുമില്ല. ഞങ്ങളൊന്ന് ഇതേ വഴി 2 വഴിയായിട്ട് തിരിയുവാണ്. ഏർക്കാടിന് പോകുന്ന റോഡൊന്ന് നോക്കിക്കോട്ടെ കേട്ടോ. കാണുന്നതാണ് ഏർക്കാട് മല. നമുക്ക് ആ മലയുടെ അവിടെയാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് നമ്മള് ഹെയർപിൻ ബെൻഡ് കയറി മുകളിൽ ചെല്ലണം. മുകളിൽ ചെന്ന് കഴിയുമ്പോഴുള്ള ബാക്കി അവിടെ എന്താ ഉള്ളത് നമുക്കും അറിയത്തില്ല.
ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത്. ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്താ അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ചെന്നിട്ട് ബാക്കിയുള്ളതെല്ലാം വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. കാണാൻ ആഗ്രഹമുള്ളവർ ഏർക്കാട് പോവുക. സേലത്തിന് 30 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. കാറുള്ളവർക്ക് ഈസി ആയിരിക്കും. ബസ്സൊക്കെ ഉണ്ട്. ബസ് സർവീസ് ഉണ്ടോ അറിയത്തില്ല, കാണുമായിരിക്കും ചിലപ്പോൾ ബസ് സർവീസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ആ സ്ഥലം കാണാൻ. ആ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. ഊട്ടി ഇങ്ങനെ തന്നെയാണ്. ഊട്ടിയുടെ മലയൊക്കെ കണ്ട് നമ്മൾ വണ്ടിയായിട്ട് ഓടിച്ചില്ലുമ്പോഴത്തേനും നല്ല ഭംഗിയാണ്. വാവ്, അടിപൊളി. എത്ര നാളെന്നറിയും ഇവിടെ ഏർക്കാടെന്ന് പറഞ്ഞു. ഓനായിക്ക് ഏർക്കാടിനെ കുറിച്ച് അറിയത്തില്ല, നാളെ കേട്ടിട്ടേ ഇല്ല. ആണോ? ശരി, ഓക്കെ. ഇവിടെ തൊട്ട് എയർപിന് തുടങ്ങുന്നത്. നമ്മുടെ ഏർക്കാടിന്റെ എയർപിന് ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. ഇനിയുള്ള കാഴ്ചകൾ നല്ല അതിമനോഹരമായിരിക്കും. ഞങ്ങൾ അതിമനോഹരമായ ഒരു കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഏർക്കാട് അധികമാരും കാണാത്തൊരു സ്ഥലമാണ് ഏർക്കാട്. കേരളത്തിലുള്ള ആൾക്കാർ എല്ലാവർക്കും ഏർക്കാടിനെ കുറിച്ച് അറിയാം. ഇവിടെ ചില മലയാളി മണ്ടന്മാരായ 2 പേരുണ്ട്, അവർക്ക് കേട്ടിട്ടേ ഇല്ലെന്നാണ്. എന്തെങ്കിലും പറയണം. നമുക്ക് ഊട്ടിയിൽ കയറി പോകുന്നൊരു ഫീലാണ് കേട്ടോ. ഊട്ടിയിൽ ഇതുപോലെ തന്നെയാ. പിന്നെ എയർപിൻ ബെൻ ഉണ്ടല്ലോ. അപ്പം തമിഴ്നാട്ടില് പ്രത്യേക എല്ലാം ഒരേ സ്റ്റൈലല്ലേ തമിഴ്നാട് ചെയ്തേക്കുന്നത്. ആ ഒരു സ്റ്റൈലിൽ തന്നെ അവരിവിടെയും ചെയ്തേക്കുന്നത്. അല്ലേ അല്ലേ ഇവിടെ രൂപ ഇരുപോട്ട്, പുറകിലൊരു പൊട്ടനും ഇരുപോട്ടെ. അയ്യോ, മാസം കൊടുക്കണം. ഇവിടെ ഒരു എൻട്രി പാസ് ഉണ്ടോ കേട്ടോ? പൈസ ഉണ്ടോ ആരെങ്കിലും? പൈസ ഉണ്ടോ? അപ്പൊ അവിടുന്ന് കിട്ടിയാണേ ഈ കവർ. നമുക്കിവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാ. നമ്മളെ വേസ്റ്റ് ഒക്കെ അല്ലേ, അതൊക്കെ ഇടാൻ വേണ്ടിയാ. അപ്പൊ അവിടുത്തെ ഏർക്കാടുള്ള അഡ്വഞ്ചേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 50 രൂപ എൻട്രി ഫീസ് കേട്ടോ ഇവിടെ കയറുന്നതിന്. 50 രൂപ. നമ്മുടെ പാർക്കിംഗ് ഫീസ് ഏർക്കാട് അതൊക്കെ ഹില്ല് കണ്ടോ, നമ്മളെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഏർക്കാട്. ഫോറസ്റ്റ് ആട്ടോ. 50 രൂപയാണ് ഇവിടെ പാസ്. അപ്പം നമ്മൾ ഏർക്കാട് എൻട്രി ചെയ്ത് ഇവിടെ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കൈ കാണിക്കാതെ ചിലപ്പോൾ നിർത്തി കൊടുക്കേണ്ടി വരും. പോട്ടെ, ആരും ഇല്ലെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് ആണ്. അങ്ങ് മേളിൽ ചെന്നിട്ട് തണുപ്പ് കിട്ടുമെന്ന് നോക്കാം ആദ്യമേ. എനിക്കൊരു ഊട്ടി പോലെ തോന്നുന്നു കേട്ടോ. ഊട്ടിന്റെ അത്ര തന്നെ തണുപ്പ് ഉണ്ടാവില്ല എന്ന് ചേച്ചി പറഞ്ഞു അല്ലേ? ചേച്ചിക്ക് ഊട്ടി ഇഷ്ടം തോന്നുന്നു. ചേച്ചി പറഞ്ഞു ഊട്ടിയെ ബെറ്റർ. അവർ ഈ കഴിഞ്ഞിടയ്ക്ക് ഊട്ടിക്ക് പോയത്, അതാ പറഞ്ഞത്. ഊട്ടി ഒരു സെയിം ആട്ടോ. ഏറ്റവും ടോപ്പിൽ ചെല്ലണം വണ്ടി. നമ്മളും ടോപ്പിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം കേരളത്തിൽ നിന്നുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏർക്കാട് കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കാണുക. ഫുൾ ഈ വീഡിയോക്കകത്തെല്ലാം ആഡ് ചെയ്തേക്കാം. ടോപ്പിൽ എന്തൊക്കെയാ ഉള്ളത്. ഒത്തിരി പ്രോഗ്രാംസ്, അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അത് നമ്മളിവിടെ വന്നാലേ അറിയുള്ളൂ. ഞാനിവിടെ ഫസ്റ്റ് അല്ല, മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള കാണിച്ചു തരാം. നമ്മുടെ വണ്ടി മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാണ്, അടിപൊളിയായിട്ടാണ് തമിഴ്നാട് സർക്കാർ ഫോറസ്റ്റിന്റെ ആണിത് റോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് ഈ റോഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, എന്താ വ്യൂ പോയിന്റ്. അടിപൊളി വ്യൂ പോയിന്റ്. ഏർക്കാട് എൻട്രി ചെയ്ത് നമ്മൾ ഏർക്കാട് എയർപിന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കൊള്ളാൻ തോന്നുന്നു. നല്ല അതിമനോഹരമായ റോഡുകളും നല്ല വ്യൂ പോയിന്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടുന്ന് താഴത്ത് നോക്കിയ സേലം ടൗൺ കാണാൻ പറ്റും. പിന്നെ മുകളിൽ ചെന്നിട്ട് ടോപ്പിൽ ചെന്നിട്ട് നമുക്ക് പറയാം ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അതും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കയറുന്നുള്ള എയർപിന് 6ാമത്തെ എയർപിൻ 6ആണ് അവിടെ എഴുതിയിട്ടേക്കുന്നത്. 6അല്ല, എയർപിൻ ബെൻഡ് തുടങ്ങിയിട്ടില്ല. അപ്പം കൊള്ളാം കേട്ടോ, നല്ല സ്ഥലമാണ്. കയറി മേളിൽ ചെന്നിട്ട് ബാക്കി ഉള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്.
കൂടുതൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഒരുപാട് നാൾക്കായിട്ട് ഇങ്ങനെ ഏർക്കാട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത് സാധിച്ചു, സമയം കിട്ടി കുറച്ച്. എന്നിട്ട് നമ്മളിപ്പം 2:40 സമയം. 2:40 എനിക്ക് ഊട്ടിയിലോട്ട് പോകുന്ന ഒരു ഫീലാ. ഊട്ടിയിൽ എങ്ങനെ പോകുന്നു ആ ഒരു ഫീൽ തന്നെ എപ്പോഴും വണ്ടി പൊക്കോണ്ടിരിക്കും. നോക്കി ഓടിക്കും വണ്ടി. ബസ് വണ്ടിയെ മേളിൽ നിന്ന് ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അവർക്ക് തന്നെ എന്താ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കുകയാണെങ്കിൽ അപകടം കുറഞ്ഞു കിട്ടും. The neon signs light up the night. Electric hearts in a city so bright. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control. Feel the beat, ignite your soul. Colors flash, they paint the air. Hold the moment, nothing compares. Skyscrapers hum a steady tune. Stars colliding under the moon. Our laughter echoes citywide, a symphony where hearts collide. The echo of a fleeting glance, lost in the pulse of a reckless dance. Caught in the glow of fleeting time, a spark of love that feels divine. The echo of a fleeting glance, lost in the pulse of a reckless dance. Caught in the glow of fleeting time, a spark of love that feels divine. Let the rhythm take control. Feel the beat, ignite your soul. Colors flash, they paint the air. Hold the moment, nothing compares. Electric bloom, we're alive tonight. Hearts on fire, burning bright. Keep us glowing, let it stay. Forever young. ഗൈസ്, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഏർക്കാട്. ഇവിടെ ഏതാണ്ട് ഇതൊക്കെ ഇവിടുത്തെ പാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് അവിടെ വേണമെങ്കിലും ഒരു ചായ ഒക്കെ വേണം കുടിക്കാൻ, വണ്ടി വേണം നിർത്താം കേട്ടോ, ചായ കുടിക്കാൻ. നമുക്ക് അവിടെ ഇറങ്ങി വിസിറ്റ് ഒക്കെ ചെയ്യാം. കുഞ്ഞുണ്ടി പാർക്കോ. ചായ കുടിക്കണോ അവിടെ? ചായ കുടിക്കണോ അവിടെ? ചായ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഏർക്കാട്. നമ്മൾ ഊട്ടി പോലത്തെ ഒരു ചെറിയ സ്ഥലമാണ് ഗൈസ്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. പാർക്കാണ്. ഏർക്കാട് ബസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ. സ്ഥലത്തിന്റെ പേര് ഏർക്കാടാണ്. ഏർക്കാട് അങ്ങനെയാണ്. ഏർക്കാട് വന്നത് ഇവിടം വരെ എത്തിയുള്ളൂ കേട്ടോ. ഇവിടം വരെ എത്തി. വണ്ടി ഇവിടുന്ന് തിരിക്കുക. ഇവനെ തിരിക്കണം. അതിന് ബ്ലോക്കായി. ഇത്രയും ഒരുപാട് സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു കാണാൻ.
ഒരു ഡൊമിനോസ് പിസ്സ, ശ്രീമംഗള ഡൊമിനോസ്. ഒരു ചെറിയ മിനി ഊട്ടിയാ കേട്ടോ. കൊള്ളാം. നമുക്കൊരു ഒരു ദിവസമൊക്കെ വന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാ ഗൈസ്. കൊള്ളാം. എന്തായാലും ഇതൊരു ചെറിയ സിറ്റിയാ കേട്ടോ, ഏറിക്കാട് സിറ്റി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും walk ചെയ്യാം. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇതുണ്ട്, അതൊരു ലേക്ക് ഒരു പാർക്കും. ഇത് വാക്കിംഗ് സ്ട്രീറ്റാ. നമുക്ക് ഊട്ടിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു വാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇവിടുത്തെ ഗാർഡൻ. വൺ ഡേ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. വൺ ഡേ നമുക്കൊന്ന് കറങ്ങാം. ഇവിടുത്തെ ഷോപ്പും ചായക്കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് നടക്കാം ഇതുവഴി. എംജിആർ അതിൻ്റെ ഒരു ശില വെച്ചിട്ടുണ്ട് ഇവിടെ, ഒരു സ്റ്റാച്ചു. ഫുള്ള് ലേക്കാണ്. ഒരുപാട് ആൾക്കാർ, ചെറിയ ലേക്കാണ്, ഒരുപാട് വലിയ ലേക്കൊന്നും അല്ല, ചെറിയ ലേക്ക്. ഏറിക്കാട് തന്നെ ഉള്ള നല്ലൊരു ലേക്ക്. കുഴപ്പമില്ല കേട്ടോ. ഊട്ടി ഫെയിം നമുക്ക് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പം ഏറിക്കാട് ലേക്കിന്റെ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത്. ലേക്കിന്റെ ഫ്രണ്ടിൽ ഇതുണ്ടോ, ലേക്ക് ബോട്ട് വരുന്നുണ്ട്, സൈഡിൽ ബോട്ട് വരുന്നുണ്ട്. ചെറിയൊരു ലേക്ക് അല്ലടാ. അല്ല, ഒരു വൺ ഡേ, ഒരു ദിവസത്തേക്ക് നമുക്ക് എന്തായാലും ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു ദിവസം, ഒരു വൺ ഡേക്ക് ഇവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യുക, അവിടെ എല്ലാം ഒന്ന് കറങ്ങുക. ഒരു ദിവസത്തേക്ക്. ഇപ്പം തണുപ്പ് കുറവാണ്, ചെറിയ തണുപ്പേ ഉള്ളൂ. ഒരുപാട് വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ തണുപ്പാണ്. ബോട്ട് പോകുന്നുണ്ടോ. ഒരു ദിവസം വൺ ഡേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറിക്കാട്, കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഏറിക്കാട് വന്ന് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഗൈസ്. അപ്പോൾ ഞങ്ങള് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ കാർ അവിടെ കിടക്കുന്നത്, ഇക്ക വരുന്നുണ്ട്. ഇതൊക്കെ ഷോപ്പാണ് ഇവിടുത്തെ. ഉണ്ട് ഇവിടെ ഭക്ഷണശാലകളും വൈൻ ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണി. വിശപ്പില്ലേ? ഞങ്ങൾ ഇവിടെ ഒരു ആമ്പൂർ ബിരിയാണി സ്റ്റാളിൽ വന്ന് കാപ്പി കുടിക്കാൻ കയറി. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാ. മുടിയൊക്കെ പറന്ന് എന്റെ ഇത് പറക്കുന്നുണ്ടോ, ഭയങ്കര ഇതായിട്ടാ പറക്കുന്നത്. നല്ല അടിപൊളി കാറ്റായി ഈ ഭാഗത്ത്. പിന്നെ നോർമൽ റോഡാട്ടോ, അവിടെ പറ്റിയൊന്നുമില്ല, നോർമൽ റോഡ്.